കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന ചില ശാരീരിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 35-40 വയസ്സ് പ്രായം കഴിഞ്ഞാൽ സാധാരണയായി നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസത്തിൽ ഏകദേശം 2% വരെ കുറവ് അനുഭവപ്പെടുകയും അത് കാരണം നമ്മുടെ ബോഡി ബിൽഡിംഗ്, നമുക്ക് ഭാരം നിയന്ത്രിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളിലും കുറവ് സംഭവിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ നാം സ്വാഭാവികമായി ചെയ്യേണ്ടത് ഒന്നുകിൽ നാം കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ 2% കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഉപയോഗം, അതായത് വ്യായാമം 2% കൂട്ടുകയോ ചെയ്യുന്നത് അനിവാര്യമാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു മനുഷ്യന് ആവശ്യം ഏകദേശം 2000 കാലറി ഭക്ഷണം ഒരു ദിവസം ആവശ്യമാണെങ്കിൽ അതിൽ ഒരു 50 കാലറിയെങ്കിലും ഒരു ദിവസം നമുക്ക് കുറച്ച് കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 5 പൗണ്ട് വരെ ഭാരം നമുക്ക് കുറയുന്നതായി പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ സ്ത്രീകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു 35-40 വയസ്സ് കഴിയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. ഹോർമോൺ പരമായും മറ്റും ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്ന കാലഘട്ടം. അതുകൂടാതെ തന്നെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമക്കുറവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പല ജീവിതശൈലി രോഗങ്ങളും അവരിലേക്ക് അടിക്കുന്ന കാലഘട്ടമാണ്. പുരുഷനോളം ഇന്ന് സ്ത്രീകളിലും ജീവിതശൈലി രോഗങ്ങൾ നാം ധാരാളമായി കണ്ടുവരുന്നു. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പിന്നെ വൃക്ക രോഗങ്ങൾ, പിന്നെ അതുകൂടാതെ തന്നെ അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നാം ധാരാളമായി സ്ത്രീകളിൽ കണ്ടുവരുന്നത് ഒന്ന്. ഒരു കാര്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എല്ലാം തന്നെ പരസ്പര പൂരിതങ്ങളാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രമേഹമുള്ള വ്യക്തിക്ക് കാലക്രമേണ അവർ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നതായി നാം കാണപ്പെടുന്നു. അമിതവണ്ണമുള്ള ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാലക്രമേണ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം അത് തുടർന്ന് ഹൃദ്രോഗത്തിലേക്ക് മാറപ്പെടുന്നു. രക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന രക്തസമ്മർദ്ദം കാർഡിയാക് അറസ്റ്റ് പോലുള്ള അവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത് പുരുഷനെന്നോളം ഇന്ന് സ്ത്രീകളിലും നാം ധാരാളമായി കാണുന്നതാണ്. ഇതിൽ നിന്നൊരു മാറ്റം, അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ തടയാം, ഒരിക്കലൊരു രോഗം വന്നവർക്കാണെങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ വരാത്തവർക്ക് അത് എങ്ങനെ വരാതെ നമുക്ക് നോക്കാം. ഭക്ഷണം കൊണ്ട് ഒരു പരിധി വരെ നമുക്കിവയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്തെ ഭക്ഷണ രീതിയാണെങ്കിൽ പറമ്പിലും പാടത്തും കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത് അവനവൻ്റെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അടുപ്പിലും മൺചട്ടിയിലും പാചകം ചെയ്യുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും ഒപ്പം പുരുഷന്മാർക്കും ധാരാളം കായിക അധ്വാനം ഉണ്ടായിരുന്നു. ഇന്ന് ആ രീതി മാറി എല്ലാവരും വൈറ്റ് കോളർ ജോലിയിലോട്ട് പോയി. ആർക്കും തന്നെ ശാരീരിക അധ്വാനമുള്ള ജോലികൾ വളരെ കുറവായി. സ്ത്രീകൾ വീട്ടുജോലികൾക്ക് പുറമെ സ്ത്രീകൾ പുറം ജോലികളും അല്ലെങ്കിൽ അവർ പല ജോലികൾക്ക് പോകുന്നവരുമാണ്. അത് മാത്രമല്ല, എന്നാൽ ഈ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ശാരീരിക അധ്വാനം വളരെയധികം കുറയുകയാണ്. ശാരീരിക അധ്വാനം കുറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഭക്ഷണത്തോടുള്ള ആ ഒരു അമിതമായ ഉപയോഗം കുറയുന്നേ ഇല്ല. അത് മാത്രമല്ല, പണ്ട് കാലത്ത് നാം ഉപയോഗിച്ചിരുന്ന ഭക്ഷണങ്ങൾ വിഷാംശം വളരെ കുറവായിരുന്നു. നമ്മുടെ തന്നെ പാടത്തും തൊടിയിലും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആയതിനാൽ തന്നെ അതിന് വിഷാംശം വളരെ കുറവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം തന്നെ ഒരു കൺസ്യൂമർ സംസ്ഥാനമായി മാറി. നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറികളുടെയും പയറുപരിപ്പ് വർഗ്ഗങ്ങളുടെയും എന്ന് വേണ്ട ഇന്ന് നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും നാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും കീടനാശിനികളുടെയും മറ്റും അമിതമായ ഉപയോഗം നാം ധാരാളമായി കണ്ടുവരും. ഇതെല്ലാം തന്നെ ഇന്ന് പല രോഗങ്ങൾക്കും കാരണമായി തീർന്നിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു ലക്ഷ്യം നേടാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയുകയാണെങ്കിൽ ഒരു 35-40 വയസ്സ് പ്രായം എത്തുന്ന സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറേശ്ശെ ആയിട്ട് പഞ്ചസാരയുടെ ഉപയോഗം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വളരെ പതുക്കെ കുറച്ച് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ കോംപ്ലക്സ് കാർബായ ബ്രാൻ അടങ്ങിയ അല്ലെങ്കിൽ തവിടടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, നാരോടുകൂടിയുള്ള പച്ചക്കറികൾ, ഇതിലേക്ക് നാം തിരിയുക
ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അത് ദഹനത്തിന് സമയം കൂടുതലെടുക്കും. ഇപ്പോൾ ബ്രാൻ അടങ്ങി അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ബ്രൗൺ റൈസ്, ഓട്ട് മീൽ തുടങ്ങിയവ പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ നല്ല നാരടങ്ങിയ പച്ചക്കറികളെല്ലാം തന്നെ അതിൽ വരും. ആ ഒരു ഭക്ഷണ രീതി സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ സ്ത്രീകൾ ചിലതായി കണ്ടുവരുന്ന സ്ത്രീകൾ അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പകരം ആ സമയത്ത് ഒരു ഗ്ലാസ് ചായയും കുറച്ച് ചിപ്സും പിന്നെ ബേക്കറി പ്രോഡക്ട്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇഡ്ഡലി, ദോശ ഇങ്ങനെയുള്ളവ കഴിച്ചാൽ എനിക്ക് വണ്ണം കൂടും, അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല, 2 ചിപ്സാണ് കഴിച്ചത് എന്ന് പറയുന്ന ചില സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലതല്ല. നമ്മൾ ആവശ്യമുള്ള കാർബ് മാറ്റിയിട്ട് അവിടെ നമ്മൾ കൊഴുപ്പിനെയാണ് സാന്നിധ്യം കൊടുക്കുന്നത്. അപ്പം കാർബ് മാറ്റി കൊഴുപ്പിന് സാന്നിധ്യം കൊടുക്കുക, അല്ലെങ്കിൽ കൊഴുപ്പിനെ ആ കാർബിൻ്റെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന ആ രീതി മാറ്റുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ശരീരത്തിന് എപ്പോഴും ഉത്തമമായ കാര്യം. പിന്നെ നാം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളുടെ ഒരു ഇൻടേക്ക് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം കൂട്ടുക. പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാടൻ കപ്പയ്ക്ക, പഴങ്ങൾ, വാഴപ്പഴങ്ങൾ, ഒപ്പം പേരയ്ക്ക ഇങ്ങനെയുള്ളവയെല്ലാം പഴവർഗ്ഗത്തിൽ പെടും. അപ്പോൾ അതും നമുക്ക് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം കൂടി എങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ദിവസവും പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും? അതിന് നമുക്ക് ക്രമമായ ചിട്ടയായ ഒരു ആഹാര രീതി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയെന്ന് നോക്കാം. രാവിലെ കഴിയുമെങ്കിൽ നമുക്ക് പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, മാംസ്യം എല്ലാ വസ്തുക്കളും മൂന്ന് തരത്തിൽ അല്ലെങ്കിൽ മൂന്നായി തരംതിരിച്ച് ശരീരത്തിൽ മൂന്ന് ലെവലിൽ നമുക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഏകദേശം ഒരു ദിവസം 1 മുതൽ 1.5 ഗ്രാം പെർ kg ബോഡി വെയ്റ്റ് എന്ന തോതിൽ പ്രോട്ടീൻ ആവശ്യമാണ്. അതായത് ശരാശരി ഒരു മനുഷ്യന് 60 ഗ്രാമോളം പ്രോട്ടീൻ ആവശ്യമാണ്. ഇന്ന് ഈ 60 ഗ്രാം പ്രോട്ടീൻ ഒരു മനുഷ്യ ശരീരത്തിൽ ലഭിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് പ്രോട്ടീൻ്റെ അഭാവം വളരെ കുറവാണ് കാണപ്പെടുന്നത്. നമ്മൾ കഴിക്കാറുണ്ട്, രാത്രി കാലങ്ങളിൽ നമ്മൾ ഒത്തിരി നോൺ വെജൊക്കെ കഴിച്ച് അത് നമ്മൾ ശരീരത്തിൽ ദഹനമൊന്നും സംഭവിക്കാതെ ശരീരത്തിന് അബ്സോർപ്ഷൻ നടക്കാതെ നമുക്ക് അമിതവണ്ണമായി അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടി പോകുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി നമ്മൾ ഉച്ചയ്ക്കും രാവിലെയുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഭക്ഷണമാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് തേങ്ങ അരച്ചുള്ള കറികൾ അല്ലെങ്കിൽ ഒത്തിരി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ മാറ്റിയിട്ട് കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങളും പച്ചക്കറികളും കൊണ്ടുള്ള ഒരു ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 മണി 11 മണിയാകുമ്പോൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ ഓഫീസിൽ ചെന്നാൽ ഒരു ചായ കൂടി പതിവാണ്. അതിൻ്റെ കൂടെ അവർ സ്വാഭാവികമായും ഒരു വാഴയ്ക്കപ്പമോ ഒരു ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ശീലം മാറ്റി വെച്ചിട്ട് ആ സമയത്ത് ഒരു പഴം, ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ചെറുപഴമോ അവിടെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയൂണിന് പച്ചക്കറികളുടെ ഒരു ഇമ്പോർട്ടൻസ്, പച്ചക്കറികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉച്ചയൂണ് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാംസാദികൾ ഒഴിവാക്കാനായിട്ട് ഒരിക്കലും പറയുന്നില്ല. മത്സ്യവും മാംസവും എല്ലാം ശരീരത്തിന് ആവശ്യമാണ്. മത്സ്യവും മാംസവും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. മാംസം തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരിയുള്ള റെഡ് മീറ്റ് പോലുള്ളവ ഒഴിവാക്കിയിട്ട് ഒരുപാട് കൊഴുപ്പ് കുറഞ്ഞ മാംസാഹാരം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ രാത്രികാലത്തെ ഭക്ഷണം നമ്മൾ വളരെ നേരത്തെ ആക്കുകയും രാത്രി അധികം കൊഴുപ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താതെ മിതമായ ഭക്ഷണം അല്ലെങ്കിൽ വളരെ ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. രാത്രി ഭക്ഷണത്തിൽ നാരടങ്ങിയ പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അഭാവം പൊതുവേ നാം ഇന്ന് കണ്ടുവരുന്ന ഒരു ശീലമാണ്. വെള്ളം കുടിക്കാൻ പല സ്ത്രീകളും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അത് അവർക്ക് ജോലി സ്ഥലങ്ങളിൽ യൂറിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാവാം. എന്നിരുന്നാൽ പോലും മനുഷ്യന് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. ഒരു ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷനായാലും ഡൈജഷനായാലും വെള്ളത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമുക്ക്
ഡീഹൈഡ്രേഷൻ പോലുള്ളവ തടയാനും വെള്ളം വേണം. അതുകൊണ്ട് ഏകദേശം ഒരു 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നാം പറഞ്ഞു വന്നിരുന്നെങ്കിൽ പോലും ഇത് ഏകദേശം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, മറ്റ് അസുഖങ്ങൾ തടയാം, ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇന്ന് സ്ത്രീകളിൽ നമ്മൾ കാണപ്പെടുന്ന മറ്റ് ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവർക്ക് അസ്ഥികളിൽ ഉണ്ടാകുന്ന വേദനയാണ്. ഒരു 40 വയസ്സ് 35-40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ധാരാളമായി കണ്ടുവരുന്നത് ജോയിൻറ്റ് പെയിൻ, കാൽമുട്ടുകൾക്കുള്ള വേദന, കൈമുട്ടുകൾക്കുള്ള വേദന, അങ്ങനെ ഈ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസ്ഥികളെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ. ഇതിന് പ്രധാനമായ കാരണമായി കാണുന്നത് നമുക്ക് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും അഭാവമാണ്. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മിക്കവാറും എല്ലാവരും തന്നെ അമ്മമാരായവരാണ്. അപ്പോൾ മുലയൂട്ടലും പ്രസവവും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും കാൽഷ്യത്തിൻ്റെ അഭാവം സംഭവിച്ചിരിക്കാം. പക്ഷേ അതനുസരിച്ച് നമ്മൾ തിരിച്ചു നൽകാനായിട്ട് നാം ശ്രദ്ധിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് ഏകദേശം 400 മുതൽ 1200 ഗ്രാം വരെ കാൽഷ്യം ആവശ്യമാണ്. പക്ഷേ നാം എത്ര നമുക്ക് മില്ലിഗ്രാം കാൽസ്യം 400 മുതൽ 1200 മില്ലിഗ്രാം വരെ കാൽഷ്യം ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിൽ 400 മില്ലിഗ്രാം കാൽഷ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാൽസ്യത്തിനോടൊപ്പമാണ് മെഗ്നീഷ്യത്തിൻ്റെ ആവശ്യകത. ഈ മെഗ്നീഷ്യത്തെ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാറ് പോലുമില്ല. അതൊരു കാൽസ്യത്തിനെക്കുറിച്ചും വൈറ്റമിൻ ഡിയെക്കുറിച്ചും നമുക്ക് ഒരു പക്ഷേ ബോധമുണ്ടായിരുന്നാൽ പോലും മെഗ്നീഷ്യത്തെക്കുറിച്ച് നാം ആരും തന്നെ ചിന്തിക്കുന്നില്ല. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് മെഗ്നീഷ്യം. അപ്പോൾ അതും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. വൈറ്റമിൻ ഡി ഒരു പരിധിവരെ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുവെങ്കിലും ബാക്കി പലകുതി നാം എന്ത് നൽകേണ്ടതാണ്? നാം ഭക്ഷണത്തിൽ നിന്ന് നൽകേണ്ടതാണ്. അതും നമുക്ക് ലഭിക്കുന്നില്ല. കാൽഷ്യം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, അതിൽ തന്നെ ചിലതിൽ നമുക്ക് മെഗ്നീഷ്യവും ലഭിക്കുന്നുണ്ട്. കാൽസ്യം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാൽ ഉൽപ്പന്നങ്ങളിലും ധാരാളമായി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. റാഗി, നമ്മുടെ ഇലക്കറികൾ തുടങ്ങിയവയിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ബ്രൊക്കോളി തുടങ്ങിയ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പിന്നെ വൈറ്റമിൻ ഡിക്ക് നമുക്ക് ഇച്ചിരി ഫാറ്റി ആയിട്ടുള്ള ഫിഷസ് ഉപയോഗിക്കാം. അതായത് ചൂര, നമ്മുടെ ചാള, അയല, മത്തി തുടങ്ങിയ മത്സ്യവിഭവങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് വൈറ്റമിൻ ഡി ലഭിക്കുന്നു. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അവർക്ക് ശാരീരികമായ പല വ്യതിയാനങ്ങളും വരുന്നത് ആർത്തവ വിരാമത്തോടടുക്കുമ്പോഴാണ്. വിരാമത്തോടടുക്കുന്ന സമയത്ത് അവർക്ക് പല അവസ്ഥകൾ, പല ഹോർമോൺ പരമായ പല വ്യതിയാനങ്ങളും ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും അഭാവം നാം ധാരാളമായി അനുഭവിക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ കാലഘട്ടത്തിലും അതിനോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ആർത്തവം തുടങ്ങുന്ന ആ സമയം അവർക്കും ഈ കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും ആവശ്യകത അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സമയം, ആർത്തവ വിരാമ സമയത്തും ആർത്തവ ആരംഭ സമയത്തും കുട്ടികൾക്കും മുതിർന്നവരും അയണും കാൽഷ്യവും അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാൽഷ്യം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നാം നേരത്തെ പറഞ്ഞിരുന്നു. ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇലക്കറികളിൽ ധാരാളമായി ഇരുമ്പിൻ്റെ അംശമുണ്ട്. പാലുൽപ്പന്നങ്ങളിലും ഇരുമ്പിൻ്റെ അംശമുണ്ട്. കൂടാതെ ശർക്കര, എള്ള്, നമ്മുടെ പേരത്തമ്പഴം, മാതളങ്ങ, പിന്നെ ഉണക്കമുന്തിരി, ഇങ്ങനെ തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിലും ഈ അയണിൻ്റെ അംശം ധാരാളമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ ഒരു നുള്ളു എള്ളിടുന്നത് കൊണ്ട് കിട്ടുന്ന അയണിൻ്റെ ഒരു ഉപയോഗം വളരെ വലുതാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ എന്തിലെങ്കിലും ഒരു നുള്ളു എള്ളിട്ട് കഴിക്കാൻ സാധിച്ചാൽ അത്രയും അയൺ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഡയബറ്റിക് ഇല്ലാത്തവരാണെങ്കിൽ ശർക്കര, എള്ള്, അവൽ എന്നിവ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 35-40 വയസ്സ് കഴിയുമ്പോൾ നാം സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്നത് ത്വക്കിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ. നമുക്ക് അറിയാവുന്നതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഇതിന് വളരെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ, സയാനിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളായ റെയിൻബോ വെജിറ്റബിൾസും റെയിൻബോ ഫ്രൂട്ട്സും നമ്മൾ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് ആയ ഫുഡ് കഴിക്കുകയും നമുക്ക് ത്വക്കിനെയും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെയധികം നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചിട്ടയായ ഭക്ഷണ രീതിയും ക്രമമായും കൃത്യസമയത്തുള്ള ഭക്ഷണ രീതിയും കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ 35-ലും അല്ലെങ്കിൽ 80-കളിലും നമുക്ക് ഒരു 17-ൻ്റെയും 18-ൻ്റെയും പ്രസരിപ്പും ആരോഗ്യവും നിലനിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഏവർക്കും സാധിക്കട്ടെ.